ദേഹത്ത് പൊള്ളിയോ? അയ്യോ എന്നോടല്ല വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലേ. ഇന്നത്തെ ദിവസം പോയി നിൽക്കാൻ ഞാൻ ഇന്ന് പറഞ്ഞില്ലെന്ന് വേണ്ട. ബെസ്റ്റ് ആണ് ബെസ്റ്റ്. ആനോ എന്താടി ചേച്ചി? അല്ല നീ അല്ലേ പറഞ്ഞേ നിന്നെ അവൾ ഉപദ്രവിച്ചു ആൻമേരിയ? നിന്റെ ദേഹത്തോടെ വെള്ളം വെച്ചെന്നൊക്കെ കേട്ടത്. അത് ചേച്ചി എങ്ങനെ അറിഞ്ഞേ? അത് ഞാൻ ചേച്ചിയെ കണ്ടായിരുന്നു നിങ്ങളെ തപ്പി നടക്കുന്ന ടൈമില്. ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ചേച്ചി എന്താ പ്രശ്നം? നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അവൾ അത്ര ദുഷ്ടയൊന്നുമല്ല. അവര് പാവാ. അതെ അവള് നിന്റെ അടുത്ത് സംസാരിച്ചു. അവള് പറഞ്ഞു അവള് മൈൻഡാക്കാത്തോണ്ടാ അവള് നിങ്ങളെ അടുത്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതെന്ന്. നിങ്ങൾ അവളോട് നല്ല കമ്പനിയായി അവള് കമ്പനി ആവും. നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് അവള് ഫൈറ്റ് ആവുന്നേ പറഞ്ഞു. അല്ല ചേച്ചിക്ക് ഇതൊക്കെ പറഞ്ഞേ അവളാണോ? ആ അതെ അവളെല്ലാം പറഞ്ഞു. അവൾ ഒരുപാട് കരയും ചെയ്തു. എന്റെ പഠിച്ചോനെ ഇല്ലല്ല എന്റെ പൊന്നു ചേച്ചി. ചേച്ചി ആദ്യം മാനത്തോട് നോക്കേ എന്നിട്ട് പറ. ചേച്ചി കണ്ടതല്ലേ എന്റെ ഡ്രസ് നോക്കേ. എന്റെ യൂണിഫോമിലേക്ക് അവള് വെള്ളം കോരി ഒഴിച്ചു. അവള് തമാശക്ക് ചെയ്തോ? ഒരു തമാശ കൊണ്ട് ഇപ്പൊ എന്തൊക്കെ ഉണ്ടായി? തമാശക്കാണോ ഒരാളുടെ ജോലി കളയില്ലേ? ആ ചായക്കടക്ക് ചേട്ടന്റെ ജോലി കളഞ്ഞത് അവളല്ലേ? അതിനാ കട ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ആരെങ്കിലും ആ ചേട്ടന്റെ കടയ്ക്ക് പോവാറുണ്ടോ? എല്ലാരും വലിയ റെസ്റ്റോറന്റ് വന്നപ്പോ അങ്ങോട്ട് പോക്കല്ലേ? അതൊന്നും എനിക്കറിയില്ല. എന്നാലും ആ കൊച്ചൊരു പാവാ. നിങ്ങൾ ഇനി അവളുമായി അടി ഉണ്ടാക്കണ്ട. അത് പറയാനാ ഞാൻ വന്നേ. പിന്നെ അവള് പലതും പറയും. നിങ്ങൾ കാന്നു കൊടുത്തോ? അവള് കുറച്ച് പൊട്ടിത്തെറിച്ച് പ്രകൃത. അവൾക്ക് നിങ്ങൾ പറയുന്നൊക്കെ നല്ല ഹേർട്ട് ആവുന്നുണ്ട്. പാവം. എന്താ ചേച്ചിക്ക് അവള് വല്ല വിഷം കലക്കി തന്നോ? ഐ മീൻ കൈവശം? എനിക്ക് കൈവശം തന്നിട്ടില്ല. അവൾ അവളുടെ മനസ്സിൽ അതൊക്കെ എന്റെ അടുത്ത് തുറന്നു പറഞ്ഞു. പാവം കുട്ടി. കാര്യം എനിക്ക് ഫസ്റ്റ് ഡേ അവൾ കാണിച്ചു വിട്ടിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അവള് പറയുന്നൊക്കെ കേട്ടപ്പോ എനിക്കെന്ത് പാവം പോലെ തോന്നി. വലിയ വീട്ടിൽ വളർന്നാലേ അതിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. വേറെ പ്രശ്നമൊന്നുമില്ല. അത് ചേച്ചിക്ക് അവളെ ശരിക്കും അറിയാത്തോണ്ടാ. അതൊക്കെ പാറു നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവാത്തോണ്ടാ. നിങ്ങൾ എപ്പോഴും ശത്രുവിന്റെ കണ്ണിലെ നോക്കുന്നേ. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നേ. അങ്ങനെ അല്ല ചേച്ചി പാറു. അങ്ങനെ തന്നെയാ കാര്യങ്ങളൊക്കെ. നീ അതെ ഇവർക്ക് രണ്ടുപേർക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുത്ത് എന്നിട്ട് അവള് മഴ അടി നിർത്ത്. എന്നാലും എൻജോയ് ചെയ്യാൻ നോക്ക്. ഒപ്പം പഠിക്കാനും നോക്ക് കേട്ടോ. ഓ കൽപ്പന നിന്റെ ഈ സ്വഭാവം കൊണ്ടാ നിന്നോട് എല്ലാവരും അടി ഉണ്ടാക്കുന്നത്. നിന്റെ തൊട്ടത്തിന് മനസ്സിലുണ്ടല്ലോ എനിക്ക് കിട്ടും. അഞ്ഞിഞ്ഞിഞ്ഞെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? ഞാൻ പറഞ്ഞെന്നാ മതിയോ? വന്നല്ലോ എന്റെ ചേച്ചിയുടെ പുണ്യ ദേവത. എന്തുവാ ദേവത? അല്ല കേരളത്തിൽ എന്താ നടക്കുന്നേന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? ആവശ്യമില്ല. ഇപ്പൊ നേരല്ലേ മഴ തീർന്നേ? വീണ്ടും പെയ്തോ? ഇതെന്തോ ഈ മഴ ഇങ്ങനെ? ഫസ്റ്റ് പീരീഡും സെക്കൻഡ് പീരീഡും ഫുള്ള് മഴയായിരുന്നു. ബ്രേക്കിന് കുറച്ചു നേരം കിട്ടി. അപ്പൊ തേർഡ് പീരീഡ് പെയ്യുന്നേ. ഇവിടെയുള്ള തോടും പുഴയൊക്കെ നിറഞ്ഞിരിക്കാം. നമ്മുടെ സ്കൂളിൽ വെള്ളം കയറുമോ? കുട്ടികളുടെ ശ്രദ്ധിക്ക്. മഴ കടക്കുകയാണ്. എല്ലാവരും ക്ലാസ് റൂമുകളിൽ കയറിയിരിക്കേണ്ടതാണ്. എല്ലാവരും 3ാം നിലയിലുള്ള ക്ലാസ് മുറികളിലായി നിൽക്കേണ്ടതാണ്. താഴത്തെ 2 നില ഒഴിച്ചിടേണ്ടതാണ്. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സേഫ് ആയിരിക്കുക. വെള്ളം കയറിയോ? അയ്യോ നമ്മുടെ വീടിനടുത്തേക്ക് പുഴയുള്ളതല്ല. അയ്യോ വാ നമുക്ക് വേഗത്തിൽ നിലയിലേക്ക് പോവാം. നിന്റെ ചെന്നി എവിടെ? എനിക്കറിയില്ല. പെട്ടെന്ന് പോവാം. ഇവിടെ ഇപ്പൊ വെള്ളം കയറുന്ന പറഞ്ഞേ. അയ്യോ വെള്ളം ഇവിടെ ചെല്ലോ. അയ്യോ ജെന്നിയൊക്കെ ആ വെള്ളം കയറിയെടുത്തുണ്ടായിരുന്നു. അയ്യോ എന്റെ ചേച്ചി. അയ്യോ ചേച്ചി പുഴയെടുത്ത് വെള്ളം കയറുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ക്ലാസ് കയറാം. അയ്യോ ചേച്ചി നമുക്ക് ചേച്ചിയൊക്കെ നോക്കാം. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ക്ലാസ് കയറാം. എന്നിട്ട് അവിടെ ഒക്കെ ഉണ്ടോ നോക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നോക്കാം. ചേച്ചി എനിക്ക് പൊട്ടി ആയിരുന്നേ. ഇങ്ങോട്ട് വാ. ഇപ്പൊ നീ വെള്ളത്തിൽ പോവോ? നിങ്ങളൊക്കെ പോയിക്കോ. ഞാൻ ചെന്നി വരാതെ വരത്തൊന്നുമില്ല. നിങ്ങളുടെ കൂടെ ഞാൻ എങ്ങനെ പോകും? എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. ചിലപ്പോ ചെന്നിയൊക്കെ കയറി പോയി കാണും. കയറി പോയാലും കുഴപ്പമില്ല. നിങ്ങളൊക്കെ പോ. നിങ്ങളുടെ കൂടെ ഞാൻ ക്ലാസ് റൂമിലേക്ക് വരില്ല. ചെന്നി വരട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാം. ഇപ്പൊ വെള്ളമൊന്നും കയറത്തില്ല. അവിടെ എന്നെ എത്തിയിട്ടുള്ളൂ. ഇങ്ങോട്ട് എത്തത്തില്ല. ജെന്നി അയ്യോ അയ്യോ നമ്മളങ്ങോട്ട് പോയി. നമ്മൾ മുങ്ങല്ലോ. എങ്ങനെയാണ് രക്ഷിക്കുക? അയ്യോ എന്നെ ആരും രക്ഷിക്കാനില്ലേ? അയ്യോ ഇവ ഇങ്ങോട്ട് വരത്തില്ല. ഇവർക്ക് എന്നിട്ട് സ്നേഹമില്ലല്ലോ. ഇവിടെ മുങ്ങുന്ന അവർക്ക് അറിയാവുന്ന അവര് വേണ്ട. അയ്യോ ആരെങ്കിലും രക്ഷിക്കണേ. ഞാൻ പൈസ തരാതെ. ആരെങ്കിലും എന്നെ വന്നൊന്ന് രക്ഷിക്കണേ. അയ്യോ എന്നെ തിരിച്ചു കളിക്കുന്നേ. അയ്യോ എന്റെ മോളി. ഇങ്ങോട്ട് പോയേ. നേരത്തെ ജീവൻ കിട്ടില്ല. അതുപോലെ വേഗം വാ. നമ്മൾ മാത്രമേ സ്കൂളിൽ മുമ്പിലുള്ളൂ. എല്ലാവരും പോയിട്ടുള്ളൂ. കുട്ടികളെ കളിക്കാൻ വാ. വെള്ളം കയറുന്നു. പെട്ടെന്ന് പോവാം. ക്ലാസ്സിലൊക്കെ കയറിയിട്ട് എവിടെയൊക്കെ വെള്ളപ്പൊക്കൊക്കെ ഉള്ളത്? ഇവിടെ ഒന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവും. വെറുതെ ഉണ്ടാക്കി പറയുന്നു. ഇതെന്താ എത്ര പെട്ടെന്ന് എത്ര വെള്ളം വന്നത്? ഈ മഴ കൊഴിഞ്ഞാടി എന്റെ കഥ കഴിഞ്ഞല്ലോ. സ്കൂളിന്റെ പകുതി കയറില്ല. ഒരു നില കയറില്ല. ഞാൻ എങ്ങനെ രക്ഷപ്പെടും റബ്ബേ? ഗ്രൗണ്ടിൽ എത്രമാരി കുട്ടികളുണ്ടായില്ലേ? താഴെ ഗ്രൗണ്ടില്. അപ്പൊ താഴെ ഗ്രൗണ്ട് ഒക്കെ വെള്ളം നിറക്കണേ. അതാ ദേവു ചേച്ചി ഇച്ചാപ്പിയൊക്കെ അവിടെ ഉണ്ടായില്ലേ? ആ പണ്ടാരക്കാലത്ത് ജെന്നി ഉണ്ടായിരുന്നു അവിടെ. എന്റെ ചെക്കന്മാരൊക്കെ അവിടെയാണല്ലോ. അവരൊക്കെ രക്ഷപ്പെട്ടിക്കണോന്നാവോ? ഇനി എന്താ കാട്ടിയ? എന്റെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ കാത്തോളി. എവിടെ അനുപരൊക്കെ അവരൊന്നും കാണുന്നില്ല. ആരെക്കൊണ്ട് ഞാനും പാത്തൂനും ഒന്നും കാണുന്നില്ല. ഓരൊക്കെ വളരെ
രക്ഷപ്പെട്ടാന്നാവോ. ഈ ഐറ്റ് കഴിഞ്ഞിട്ട് പണ്ടാറ വീട്ടിൽ എന്തിനു വെച്ച് ഐറ്റ് മാത്രം മതിയായിരുന്നു. അപ്പൊ ക്ലാസ്സിലിരുന്നേന് എന്തോ ഒരു വള്ളാണ്. ആ നിങ്ങളൊക്കെ വന്ന് രക്ഷിച്ചില്ലെങ്കിൽ ഈ മരം പൊങ്ങിയ നമ്മൾ ചത്തു തീർന്ന കഥ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുക. ഇതാരാ ആ പണ്ടാരക്കാലത്ത് ജെന്നിയുടെ ഗ്രൗണ്ടിൽ ഹലോ എന്റെ ചെക്കന്മാരും. അയ്യോ ദേവ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിട്ടുണ്ടാവോന്നാവോ. ഇവിടെ നാടിന് പോണേ ഓരോരുത്തർ കാക്കുമല്ലേ. എന്താടി എവിടെ രക്ഷിക്കടാ. ഞാനെങ്ങനെ അന്നെ രക്ഷിക്കാൻ വേണ്ടി ചാടണ എന്തെങ്കിലും കാട്ടി രക്ഷിക്കടാ. എന്തേ ജാക്ക് റോസുവാ അന്നെ ഞാൻ രക്ഷിക്കൊന്നുമില്ല. എനിക്ക് എന്റെ ജീവനം വലുത്. പ്രത്യേകിച്ച് അന്നെ പോലെ എടുത്തിന് രക്ഷിച്ചതിന്റെ കുറ്റം കൂടി എനിക്ക് എന്നെ കൊണ്ട് വെച്ച പ്ലീസ് കയ്യെങ്കിലും ചാടാ. ഇങ്ങോട്ട് കയറില്ല. എനിക്ക് ഇവിടെ സ്ഥലം ഇല്ല. ഞാൻ കൂടി ഇവിടെ വെക്കാനുള്ള സ്ഥലം ഇല്ല. ഓടാ ഓടാ. മനുഷ്യന്മാരിവിടെ ജീവനോട് വഴിയെടുക്കുമ്പോഴാ അവരുടെ ഒരു വാശി. എല്ലാരും വള്ളത്തിൽപ്പെട്ടെന്ന് തോന്നി. എനിക്കൊന്നും അറിയില്ല. ഇപ്പൊ ഞാൻ വള്ളത്തിൽപ്പെട്ട മാത്രമേ ഓർമ്മയുള്ളൂ. എന്റെ പാത്തു ഏതായാലും വള്ളത്തിൽപ്പെട്ടിട്ടിയാ. അവളെ ഞാൻ ഓൾറെഡി കണ്ടിട്ടിയാ. ആൻമേരിയും വള്ളത്തിൽപ്പെട്ടിട്ടാ തോന്നണേ. അറിയില്ല. ഒന്ന് പോടാ. മരിക്കാൻ കിടന്നാലും നീ ഇതൊക്കെ തന്നെ പറയണം. അയ്യോ എവിടെ ഒന്ന് പിടിക്കടാ.